ഹായ് ഫ്രണ്ട്സ്, മത്തങ്ങ കൊണ്ട് നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ ആ പുറംതൊലി മാത്രം കളഞ്ഞിട്ടാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇനി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണം വരുമല്ലോ. അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ഇടത്തര സവാള ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്ന് വഴന്ന് വരട്ടെ. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഈ സമയത്ത് ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ എണ്ണയിൽ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മത്തങ്ങ കൊണ്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മെഴുക്കുവരട്ടി സാധാരണയായിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷേ ഇതൊരു അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പം മത്തങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, മത്തങ്ങ വെന്ത് കുഴഞ്ഞു പോകും. അതിനുശേഷം നമുക്കിനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അന്ന് വെന്ത് വരും. മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കണ്ട, തുറന്നിട്ട് തന്നെ നമുക്കിതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. സാധാരണ പച്ചക്കറി പോലെ ഇതിനകത്ത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി വരില്ല കേട്ടോ. കാരണം ഇത് വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് ഉള്ള ഒരു പച്ചക്കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്പം വെള്ളമയമൊക്കെ ഇതിനകത്ത് കാണും. പക്ഷേ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.